ഹായ് ദേർ. നമ്മുടെ നാട്ടിൽ സ്കൂളുകൾ ഒരുപാടുണ്ടല്ലേ, കൂണ് പോലെ പല സ്ഥലങ്ങളിൽ നമുക്ക് സ്കൂളുകൾ കാണാൻ പറ്റും. പക്ഷെ സ്കൂൾ നമ്മൾ എങ്ങനെയാണ് ബെസ്റ്റ് സ്കൂൾ നമ്മൾ ചൂസ് ചെയ്യുക? അതിന് വേണ്ട ചില കാര്യങ്ങളാണ് ഞങ്ങളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ഹാവ് അറൌണ്ട് 14 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഞങ്ങളുടെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഫസ്റ്റ് വൺ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഒരു സ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും പാടില്ല എന്നുള്ളതാണ്. അതിൽ അവിടെ ചൂസ് ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സ്, അധ്യാപകരെ ഹയർ ചെയ്യുന്നിടത്ത് ഏറ്റവും നല്ല ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുക. അവിടെ പഠിപ്പിക്കുന്ന ബുക്സുകൾ ഏറ്റവും പ്രധാനപ്പെട്ട NEP ബേസ്ഡ് ആയിട്ടുള്ള പുതിയ കാലഘട്ടത്തിൻ്റെ സ്കില്ലുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബുക്സ് സെലക്ട് ചെയ്യുക. അതുപോലെ പഠിപ്പിക്കുന്ന അപ്രോച്ചുകൾ ഏറ്റവും നല്ല മെത്തഡോളജി ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, ദ സെക്കൻഡ് വൺ ഈസ് ഡിജിറ്റൽ പ്രസൻസ്. നിങ്ങൾക്കറിയാം, നമ്മുടെ സാധാരണക്കാർ വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ റെഗുലർ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, കണക്ഷൻ വിത്ത് കമ്മ്യൂണിറ്റി. ആ സ്ഥാപനത്തിൻ്റെ എൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സും സ്ഥാപനവും നല്ല ബന്ധമായിരിക്കുക. അവിടുത്തെ പാരൻസും അവിടുത്തെ മറ്റു എൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സും അവിടുത്തെ സ്ഥാപനവുമായിട്ട് ഹോം ആൻഡ് സ്കൂൾ, കമ്മ്യൂണിറ്റി ആൻഡ് സ്കൂളിലെ ബ്രിഡ്ജിങ് വളരെ സ്ട്രോങ് ആയിരിക്കണം. ദ ഫോർത്ത് പോയിന്റ് ഈസ് ഐഡന്റിറ്റി, USP, യുണീക്ക് സെല്ലിംഗ് പോയിന്റ്സ്. സോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ സ്കൂൾ മറ്റു സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, കൺസിസ്റ്റന്റ് ഗ്രോത്ത്. ഓരോ വർഷവും സ്ഥാപനത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. കുട്ടികളുടെ നമ്പേഴ്സ് കൂടിയിരിക്കണം. അതുപോലെ അവിടുത്തെ ടീച്ചേഴ്സിന്റെ സാലറി ഇൻക്രിമെന്റ് കൊടുക്കുക. അവിടുത്തെ ഇൻഫ്രാ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുക. ഓരോ വർഷവും പുതിയ പുതിയ മാറ്റങ്ങൾ ആ സ്ഥാപനത്തിൽ പോസിറ്റീവായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് എംപവറിംഗ് ദ എംപ്ലോയി. ഇവിടെ പ്രത്യേകം നോൺ ടീച്ചിങ് സ്റ്റാഫ്, ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മൾ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് സ്കൂൾ മാനേജ്മെൻറ്റുകൾ നിർബന്ധമായിട്ടും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതുണ്ട്. അത് A to Z, നമ്മൾ ആയ മുതൽ കോർഡിനേറ്റേഴ്സ് വരെ ഉൾപ്പെടുന്ന ഒരു ടീമിനെ നമ്മൾ എംപവർ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ. അവിടുത്തെ ഓരോരുത്തരും, ഇപ്പോൾ ഒരു കുട്ടി ആദ്യം കണക്ട് ചെയ്യേണ്ട പോയിന്റ് അവിടുത്തെ ക്ലാസ് ടീച്ചറാണ്. ക്ലാസ് ടീച്ചർ നെക്സ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് അവിടുത്തെ സെക്ഷൻ ഹെഡ് ആയിരിക്കണം. സെക്ഷൻ ഹെഡ് അക്കാഡമിക് കോർഡിനേറ്റർ പ്രിൻസിപ്പൽ മാനേജ്മെന്റ്. വളരെ അപൂർവമായിട്ട് മാനേജർ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും അക്കാഡമിക്സിൽ ഇൻവോൾവ് ചെയ്യരുത്. അതുപോലെ പാരന്റ്സ് ആദ്യം കണക്ട് ചെയ്യേണ്ട പോയിന്റ് എപ്പോഴും ഒരു ഫ്രണ്ട് ഡെസ്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ ആയിരിക്കണം. അതിന് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ അതിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വളരെ ഫലപ്രദമാവും. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ആൻഡ് റിലയബിലിറ്റി. നമ്മുടെ ആ സ്ഥാപനത്തിന് നമുക്കൊരു ട്രസ്റ്റ്, ഒരു റിലയബിലിറ്റി, ഒരു ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറയാം. എങ്ങനെ ആ സ്കൂളുമായിട്ട് നമുക്ക് അത്രയും ആത്മബന്ധം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പാരൻസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, കസ്റ്റമർ എക്സ്പീരിയൻസ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ, കുട്ടികളാണ്. അവർക്ക് ഏറ്റവും നല്ല മെമ്മറീസ് നമ്മൾ കൊടുക്കാൻ പറ്റണം. അവരുടെ ജീവിതത്തിൽ എന്നെന്ന് ഓർക്കുന്ന നല്ല എക്സ്പീരിയൻസ് അവർക്ക് കിട്ടണം. താങ്ക്സ് ഫോർ ലിസണിങ് ആൻഡ് വാച്ചിങ്.